ഹായ് ഫ്രണ്ട്സ്, മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ക്ഷേത്രമാണ് പഴനി. അപ്പോൾ കേരളത്തിലൊരു പഴനി ഉണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണിത്. അപ്പോൾ ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. പഴനിയിൽ ചെയ്യുന്ന അതേ പൂജാകർമ്മങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിലും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളെ അറിയിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ചെയർമാനായ ഗണേഷ് സാറും എക്സിക്യൂട്ടീവ് ഓഫീസറായ സെന്തിൽ കുമാർ സാറുമാണ്. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരിൽ നിന്നറിയാം. നമസ്കാരം. കൊടുമ്പ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചെയർമാനാണ് ഞാൻ. എൻ്റെ പേര് ഗണേശൻ. മൂപ്പര് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. മൂപ്പറിൻ്റെ പേര് സെന്തിൽ കുമാർ എന്നാണ്. ഇത് കേരളത്തിൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് നിന്നും പൊള്ളാച്ചിക്ക് പോകുന്ന റൂട്ടിൽ പാലക്കാട് നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററിൽ ഒരു 5 കിലോമീറ്റർ, പൊള്ളാച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 30-35 കിലോമീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമ്പ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കല്യാണ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. വളരെ എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ക്ഷേത്രം ഉണ്ടായെന്നാണ് നമ്മുടെ പുരാതനമായിട്ടുള്ള ആളുകൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ അമ്പലത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ഇവിടെ വന്ന് ആദ്യം പറയേണ്ടത് ഈ കൊടുമ്പിൽ ഉള്ള ആളുകൾ കംപ്ലീറ്റ് മുതലിയാർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഈ മുതലിയാർ സമുദായത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് കാഞ്ചീപുരമാണ്. ആ കാഞ്ചീപുരത്തിൽ നിന്നും നെയ്ത്ത് തൊഴിൽ ചെയ്യാൻ വേണ്ടി പാലക്കാട് ഈ കൊടുമ്പ് എന്നുള്ള സ്ഥലത്ത് ഒരു 10-35 തറവാട് ഉള്ള ആളുകൾ ഇവിടെ വന്ന് കുടിയേറി പാർത്തതായിട്ടും ആ 32 തറവാടിലുള്ള എല്ലാ ജനങ്ങളും കൈത്തൊഴിൽ എന്ന് പറയുന്നത് നെയ്ത്താണ്. അപ്പോൾ ഈ നെയ്ത്തിന് വേണ്ട അസംസ്കൃത സാധനങ്ങൾ, ഈ നൂല് വേണ്ട സാധനങ്ങളൊന്നും നമ്മുടെ കേരളത്തിലെ പാലക്കാടോ മറ്റുള്ള പണികളോ എവിടെയും കിട്ടില്ല. അതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് തന്നെ പോകണം. ഈ തമിഴ്നാട്ടിൽ നമ്മളിപ്പോൾ അവിനാശി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ തിരുപ്പൂർ അവിനാശി ആ ഭാഗത്താണ് വെട്ടിക്കൊണ്ടിരുന്നത്. അന്ന് എടുത്തു പറയേണ്ട കാര്യം വേറെന്തെന്ന് ചോദിച്ചാൽ, അന്ന് നമ്മുടെ ഈ ഇന്നത്തെ പോലുള്ള വാഹന സൗകര്യങ്ങളൊന്നും വന്നില്ല, വളരെ കുറവാണ്. അപ്പോൾ അറിയാം. അപ്പോൾ ഈ കാളവണ്ടിയിലൊക്കെയാണ് യാത്ര ചെയ്യാറ്. അപ്പോൾ ഇവർ ഈ കാളവണ്ടിയിലും നടന്നിട്ടും ഒക്കെ നൂല് വാങ്ങാൻ വേണ്ടി ഈ അവിനാശി പോകുന്ന സമയത്ത് ഈ തിരുപ്പൂരിൻ്റെ അടുത്തുള്ള ഈ കൂനമ്പട്ടി എന്നുള്ള സ്ഥലത്ത് ഒരു വിജനമായ ഒരു സ്ഥലമാണ്. അവിടെ കാട് കയറി നശിച്ച ഒരു ഊരുണ്ടായിരുന്നത്. ആ ഊരങ്ങനെ നശിച്ചു പോയ പോലുള്ള ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു വേണം ഇവർ ഈ നൂലും കൊണ്ട് ഇങ്ങോട്ട് വരാൻ. ആ വരുന്ന സമയത്ത് ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഞാനും കൂടെ വരട്ടെ എന്നുള്ള ഒരു അശ്ലീലി കേട്ടുകൊണ്ട് ഇരുന്നു. അപ്പോൾ എന്താണ് ഈ ദിവസം ഇങ്ങനെ വരുന്നല്ലോ എന്ന് പറഞ്ഞ് ഒരു ദിവസം പോയി അവർ പോയി അവിടെ നോക്കുന്ന സമയത്ത് ആ നശിച്ച ആ ഭാഗങ്ങൾക്കിടയിൽ ഒരു മുരുകൻ്റെ വിഗ്രഹം അവിടെ കിടക്കുന്നതായിട്ടും ആ വിഗ്രഹത്തിൽ നിന്നാണ് ഈ അശ്ലീലി വരുന്നതായിട്ടും ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഇവരങ്ങോട്ട് തിരിച്ച് ചോദിച്ചു, ഇതുവരെ ഈ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിജനമായി നശിച്ച് കിടക്കുന്നല്ലോ, അത് നിന്നും ഈ മുരുകൻ്റെ ഇത് കാരണം കൊണ്ടല്ലേ വന്നത്. അപ്പം ഞങ്ങൾ ഇതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്തിന് തെളിവിച്ചുകൊണ്ട് ഇല്ല, ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഉറപ്പ് നൽകുകയും ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഗ്രഹത്തിനെ കാളിൻ്റെ പുറത്ത് എടുത്തു വെച്ചു. നിമിഷങ്ങൾക്കകം, ആശ്ചര്യമെന്ന് പറയത്തക്ക വിധം നിമിഷങ്ങൾക്കകം ആ കാള ഇവിടെ ആ മുരുകനെയും വഹിച്ചുകൊണ്ട് ആ ശില്പത്തിനെയും വഹിച്ചുകൊണ്ട് നമ്മുടെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന ഇതിൻ്റെ തൊട്ട് വടക്ക് ഭാഗത്ത് ഒരു 100 മീറ്റർ അങ്ങേ വശത്ത് ഒരു അമ്പലമുണ്ട്. അവിടെ വന്ന് കിടന്നു. അവിടെ ഇപ്പോഴും ആ അമ്പലമുണ്ട്. അവിടെ എല്ലാ സമയത്തും വിളക്കി വയ്ക്കാറും പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യാറുമുണ്ട് അവിടെ. അതിനുശേഷമാണ് ഇവിടെ ആ മുരുകനെ കൊണ്ടുവന്ന് ഇവിടെ കല്യാണ സുബ്രഹ്മണ്യനായിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചതെന്നാണ്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞ് ഇവിടെ 2 കൊടിമരമുണ്ട്. ഒന്ന് സുബ്രഹ്മണ്യനുള്ളതും, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇവിടെ പ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പും അവിടെ ശിവൻ്റെ സന്നിധി ഉണ്ടായിരുന്നതായും അവിടെ ഒരു കൊടിമരം, അതാണ് ശിവൻ്റെ അവിടെ ഒരു കൊടിമരം, ഇവിടെ ഒരു കൊടിമരം, അങ്ങനെ 2 കൊടിമരം നമ്മുടെ ഈ അമ്പലത്തിൽ വരാൻ കാരണമാണ്. പിന്നെ ഇവിടുത്തെ വിശേഷം എന്ന് പറയുന്നത്, അത് ഇവിടെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് മുട്ടയാണ്. അതായത് തലമുണ്ടനം ചെയ്യുക, പഴനിയിൽ പോലെ. അതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ഓഫീസർ പഴനിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ നമുക്കിവിടെ അമ്പലത്തിൽ സൗകര്യങ്ങളുണ്ട്. അത് രാവിലെ നമ്മൾ 6 മണി തൊട്ട് 12 മണി വരെ ക്ഷേത്രം തുറന്നിരിക്കും. വൈകുന്നേരത്ത് 4:30 to 8 ഈ സമയത്തെല്ലാം നമുക്ക് ഈ മുടിമുടപ്പോൾ നമ്മൾ പുഴയുടെ സൈഡായിട്ട് നമുക്കിതിന് സൗകര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ചെയ്യാം. അത് ചെയ്ത് വന്ന് അവിടെ കുളിക്കാനുള്ള ചുടുവെള്ളം എല്ലാ സൗകര്യം തന്നെ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അമ്പലത്തിന് അകത്ത് വന്നിട്ട് ഈ മുടിയിറക്കാനുള്ള വഴിപാടിനുള്ള ചീട്ടാക്കി
അമ്പലത്തിൽ പോയി പൂജ അർച്ചനയൊക്കെ ചെയ്ത് മടങ്ങും. അതാണ് നമ്മൾ അതിൻ്റെ ചടങ്ങ്. പിന്നെ ഈ തമിഴ് ആചാരപ്രകാരമുള്ള എല്ലാ വഴിപാടുകളാണ് നമ്മളിവിടെ നടത്തുന്നത്. അതായത് തമിഴ്നാട്ടിലുള്ള മുരുകൻ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെയാണോ വിശേഷങ്ങളും നടക്കുന്നത് അതേപടി ഇവിടെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ എല്ലാ വിശേഷങ്ങളും നടക്കുന്നത്. ഇതിൻ്റെ ഐതിഹ്യം തന്നെ പഴനിയിൽ പാതി കൊടുമ്പ് എന്നാണ് ഭക്തജനങ്ങളാൽ ഇവിടെ അറിയപ്പെടുന്നത്. അത് അങ്ങനെ ഒരു പേര് വരാൻ കാരണം ഈ അമ്പലത്തിൻ്റെ ആദ്യമായിട്ടുള്ള ആചാര്യന്മാർ അതിൽ ഒരാളാണ് നമ്മുടെ മാണിക്യവാചകർ സ്വാമി പൂനമ്പട്ടി മാണിക്യവാചക. എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് അവരാണ് ഈ അമ്പലത്തിൻ്റെ ഈ കർമ്മമൊക്കെ വന്ന് നിർവഹിച്ചുകൊണ്ടിരുന്നത്. അത് ഈ മാണിക്യവാചകർ സ്വാമി എന്നുള്ള ആൾ പഴനിയിലുള്ള കർമ്മം നിർവഹിക്കുന്ന ഒരു വലിയ ഒരു ആചാര്യനാണ്. അപ്പോൾ അവിടെ ഇന്ന് ഈ കുടുംബ അമ്പലത്തിലേക്ക് അവിടുത്തെ ശക്തിനെ ആവാഹിക്കാൻ വേണ്ടി ഒരു മൂപ്പര് അവിടെ ഇരുന്ന് അതിനെ കുംഭത്തിൽ ആവാഹിച്ചു എന്നും ഈ ആവാഹനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പഴനിയിലത്തെ ഭരണാധികാരികൾക്ക് സ്വപ്നത്തിൽ പഴനിയുടെ ചൈതന്യത്തിനെ കേരളത്തിലേക്ക് കുടുംബം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുമോ എന്ന് ആർക്കോ സ്വപ്നം കാണുകയും അവർ ഉടനെ ഇടപെട്ട് അതിന് തടയപ്പെടുകയും ആ തടയുന്ന സമയത്ത് അവിടുത്തെ ആവാഹനം പകുതിയായി ഈ പൂർണ്ണ കുംഭത്തിൽ വന്നു കഴിഞ്ഞു. അതിനെ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ഇവിടെ വന്ന് അഭിഷേകം ചെയ്തു എന്നും അതാണ് ഈ പഴനിയിൽ പാതി കൊടുമ്പ് എന്നുള്ള പേര് വരാൻ കാരണമെന്നാണ്. പിന്നെ വേറെ സൂര്യസംഹാരം ഉണ്ട്, അത് എല്ലാ വർഷവും നടത്താറുണ്ട്. അതുപോലെ തൈപ്പൂയം മകരമാസത്തിൽ ഈ വരുന്ന 2025 4-ാം തീയതി മുതൽ 14-ാം തീയതി വരെ വളരെ വിപുലമായ ചടങ്ങുകളോടുകൂടി അനുഷ്ഠാനങ്ങളോടുകൂടിയും ക്ഷേത്ര കലാപരിപാടികളോടുകൂടി ഗംഭീരമായിട്ട് ഇവിടെ നമ്മൾ നടത്തുന്നുണ്ട്. ഇവിടെ വന്ന് 2 രഥങ്ങളുണ്ട്. അപ്പോൾ 1-ാം തീയതി ദിവസം എന്ന് പറയുന്നത് 2 തേരും ഒരു ഫുൾ സർക്കിൾ വരാതെ പകുതി വന്ന് നിൽക്കുകയും 2-ാം തീയതി ദിവസം പൂർണ്ണമായി രഥപ്രയാണം ചെയ്ത് ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നു. അത് 10 ദിവസത്തെ ഉത്സവമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെ ഈ 10 ദിവസം ഉത്സവം കൊണ്ട് ഇവിടെ വന്ന് ദർശനം കഴിച്ച് ഇവിടെ പോകാറുണ്ട്. പിന്നെ ഇവിടുത്തെ വളരെ പ്രധാനം എന്ന് പറയുന്നത് ഈ അമ്പലത്തിൽ കല്യാണ സുബ്രഹ്മണ്യ സ്വാമിയാണ്. അപ്പോൾ ഇവിടെ വന്ന് വിവാഹം ആലോചന നടത്തിയിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടും നടക്കാത്ത ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അവർ അടുത്ത വർഷം തന്നെ അവർ കല്യാണമായി ദമ്പതികളോടുകൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പം നമുക്കറിയുന്നത് അവർ വരുമ്പോൾ അപ്പോൾ ഞങ്ങളോട് ഭരണാധികാരികളോട് പറയണം, ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി, ഈ വർഷം ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് കല്യാണം കഴിച്ചു. 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ അമ്പലം ഇവിടെ വളരെ പ്രസിദ്ധമായ ഒരു അമ്പലമാണ്. കേരളത്തിൽ പഴനി എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊടുമ്പ് അമ്പലമാണ്. പിന്നെ ഇതിന് എല്ലാത്തിനും ഉപരി 12 വർഷത്തിൽ ഒരിക്കൽ ഇവിടെ മാമാങ്കം എന്ന് പറയുന്ന ഒരു മഹാമഹം ഇവിടെ നടത്താറുണ്ട്. അത് പൂർണ്ണമായും ശിവൻ്റെ ഉത്സവമാണ്. അവിടെ നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള PWD റോഡിൻ്റെ ഓരത്ത് കിടക്കുന്ന ആ കുളത്തിലാണ് കുളത്തേര് ഓടുക. ഈ കുളത്തേര് ഓടുന്ന സമയം ആ 10 ദിവസങ്ങളിലും ഈ നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ശോകനാശിനി എന്ന ഒരു പുഴയുണ്ട്. ആ പുഴയുടെ ഓരത്ത എൻഡിൽ, അതായത് ഇവിടുന്ന് 1 കിലോമീറ്റർ ആ ഭാഗത്ത് ഈ ബബിൾസ് കുമിളകൾ തീർത്ഥം പൊടിയുന്ന ഒരു പ്രതിഭാസം നമുക്ക് പറയാൻ പറ്റില്ല. അത് വളരെ കണ്ട് അനുഭവം. അത് 12 വർഷത്തിൽ ഒരിക്കലാണ് ഈ മഹാസംഭവ സമയത്താണ് ഇത് കാണുന്നത്. അത് തൊഴാനും അത് തീർത്ഥം അതെടുത്ത് പുണ്യാംഗമായി ഉപയോഗിക്കാനും വളരെ ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ നിന്ന് വിട്ടുപോയവരും എല്ലാവരും വരുന്നുണ്ട്. ഇവിടെ 32 തറവാടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു. ഇപ്പോൾ 22 തറവാടേ ഉള്ളൂ. ആ 22 തറവാടിൽ 22 ട്രസ്റ്റിമാർ 22 ട്രസ്റ്റിമാരിന് 2 വർഷത്തിലൊരിക്കൽ ഒരു ചെയർമാനായി തിരഞ്ഞെടുക്കും. ഇത് ഭരണം ഇവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഈ 22 തറവാടിൻ്റെ ആളുകളാണ് ഇതിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായി എല്ലാ തമിഴ് ആചാരപ്രകാരമുള്ള എല്ലാ ഉത്സവങ്ങളും നമ്മുടെ ഈ അമ്പലത്തിൽ നടന്നു വരുന്നുണ്ട്. അതൊക്കെയാണ് ഈ അമ്പലത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇപ്പം മാമാങ്കം എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതിപ്പോൾ 2016 നമ്മൾ അവസാനമായിട്ട് നമ്മളിവിടെ മാമാങ്കം മഹാമകം കഴിഞ്ഞു. ഇനിയിപ്പോൾ 16 എന്ന് പറയുമ്പോൾ 16 18 22 2028 ആ ഉത്സവം നമ്മൾ വളരെ പ്രൗഢഗംഭീരമായി ആഘോഷിക്കാൻ പോകുന്നത്. ആ 2028 ഇപ്പോൾ പോയി ഞാൻ പറഞ്ഞ അത് ഇപ്പോൾ പോയി നോക്കിയാൽ നമുക്കത് കാണില്ല. അതാണ് ഒരു അത്ഭുത പ്രതിഭാസം എന്ന് പറയാൻ കാരണം.
നമ്മൾ ആ സ്ഥലം ഇപ്പോഴും അവിടെയുണ്ട്. നമ്മളവിടെ പോയാൽ ഈ കുമളി തീർത്ഥം പോകുന്നതും നമുക്ക് കാണില്ല. പക്ഷേ ആ സമയമാകുന്ന സമയത്ത് 2028 വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമുക്ക് നേരിട്ട് അനുഭവിച്ച് ആസ്വദിക്കാവുന്ന ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട 12 വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു മാമാങ്ക മഹോത്സവം കൂടെ നമ്മുടെ ഈ അമ്പലത്തിൽ വളരെ ഭംഗിയാണ്. പഴനിയിൽ പാതിയായ കൊടുമ്പ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ അറിഞ്ഞാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.